ഗൈസ്, തിരുവോണത്തിന്റെ തലേ ദിവസം ഉത്രാടത്തിനാണ് തൃശ്ശൂർ ജില്ലയിൽ ഓണം വെക്കുക എന്ന് പറഞ്ഞിട്ടുള്ളൊരു ചടങ്ങുണ്ട് കേട്ടോ. അപ്പൊ അത് കാണിച്ചു തരാം. തൃശ്ശൂർ ജില്ലയിലുള്ളവർക്കൊക്കെ ഓണം വെക്കുക അല്ലെങ്കിൽ തൃക്കാരപ്പന വെക്കുക എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമായിരിക്കും. പക്ഷെ കേരളത്തിലെ തന്നെ എല്ലാ ജില്ലകളിലും ഈ ഒരു ചടങ്ങുണ്ടോ എന്നുള്ളത് സംശയമാണ്. പിന്നെ മറ്റ് ജില്ലകളെ അപേക്ഷിച്ച് തൃശ്ശൂർ ജില്ലയ്ക്ക് ഓണത്തിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. തിരുവോണമാണ് തൃശ്ശൂർ ജില്ലയിൽ ഒന്നാം ഓണമായിട്ട് കണക്കാക്കുന്നത്. ഉത്രാടത്തിന്റെ അന്ന് വൈകിട്ട് ഒരു 8 മണി 9 മണി കൂടി വാഴയുടെ മുകളിൽ മാവണിഞ്ഞ് അതിന്റെ മുകളിലാണ് തൃക്കാരപ്പന വയ്ക്കുക. ഈ തൃക്കാരപ്പന ചെണ്ടുമല്ലിയും തുമ്പയും തുളസിയും പ്ലാസ്റ്റിക് പൂവും എല്ലാം വെച്ച് അലങ്കരിക്കുകയും ചെയ്യും. ഈ തൃക്കാരപ്പന വെക്കുന്നത് ഓണത്തിന് നമ്മുടെ വീടുകളിലേക്ക് മാവേലി വരുന്നതായിട്ട് കണക്കാക്കിയിട്ടാണ് കേട്ടോ. അപ്പോൾ ചെറിയൊരു പൂജയും ചെയ്യും. ഈ തൃക്കാരപ്പനെ പൂജിക്കാനായിട്ട് വീടുകളിൽ 2 തരം അട ഉണ്ടാക്കും. ഒന്നിൽ ഉപ്പില്ലാത്തതും ഒരെണ്ണം ഉപ്പുള്ളതും. ഏറ്റവും അവസാനം നാളികേരത്തിന് മുകളിൽ ഇതുപോലെ തിരി വെച്ചൊഴിഞ്ഞ് ആ നാളികേരം ഉടച്ചിട്ടാണ് പൂജ അവസാനിക്കുന്നത്. പൂജ അവസാനിപ്പിച്ചതിന് ശേഷം വീട്ടിലുള്ള എല്ലാ അംഗങ്ങളും തൊഴുതു വന്നിട്ട് വീടിന്റെ വാതിൽ കുറച്ചു നേരം അടച്ചിട്ട് മാവേലി വന്നതായിട്ട് കണക്കാക്കും. അതിനുശേഷം നമ്മൾ വെച്ച 5 തൃക്കാരപ്പനിൽ നിന്ന് ഒരു തൃക്കാരപ്പനെടുത്ത് വീടിന്റെ മുമ്പിലും മറ്റൊരു തൃക്കാരപ്പനെടുത്ത് വീടിന്റെ കിണറിന്റെ സൈഡിലും കൊണ്ടുവയ്ക്കും. അപ്പോൾ ഈ ചടങ്ങിനെ പറ്റി കൂടുതൽ അറിയാവുന്നവരും പിന്നെ നിങ്ങളുടെ നാട്ടിലെ ചടങ്ങിനെ പറ്റിയും കമന്റ് ചെയ്യാനായിട്ട് മറക്കരുത്. പിന്നെ നമ്മുടെ അക്കൗണ്ട് കൂടി ഒന്ന് ഫോളോ ചെയ്തിട്ട് വീഡിയോ ഫ്രണ്ട്സിനോട് അയച്ചു കൊടുത്തേക്ക്.